നമസ്കാരം. നമ്മൾ ഈ അമേരിക്കയെക്കുറിച്ചൊക്കെ പൊതുവെ സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു നഗരമെന്നോ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നവർ എല്ലാ ആഡംബര സൗകര്യങ്ങളോടും കൂടി ഏറ്റവും ഉയർന്ന ജീവിത നിലവാരത്തിൽ ജീവിക്കുന്നവർ എന്നൊക്കെയാണ് നമ്മുടെ ഒരു പൊതുധാരണ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ അത്തരം വികൃതമായ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ദൃശ്യങ്ങൾ അത്ര പ്രചാരത്തിലില്ലതാനും. നമ്മൾ തപ്പിപ്പിടി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൗതുകപൂർവ്വം വീക്ഷിക്കേണ്ട പല കാര്യങ്ങളും അമേരിക്കയിലെ പലയിടങ്ങളിലുമുണ്ട്. ദാരിദ്ര്യം മൂലം പൊറുതിമുട്ടുന്നവർ, തെരുവുകളിൽ അലയുന്നവർ അവിടെയുമുണ്ട്. പക്ഷേ അമേരിക്കയെക്കുറിച്ചുള്ളൊരു പൊതുബോധം അതല്ല എന്ന് മാത്രം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അമേരിക്കയിലെ ഒരു നഗരം വലിയ രൂക്ഷമായ ജലദൗർലഭ്യം നേരിടുന്നു, അല്ലെങ്കിൽ ആ നഗരം വരണ്ടുണങ്ങി കത്തിക്കരിയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും സാമ്പത്തികമായി മുൻപന്തിയിലുള്ള ഒരു രാജ്യത്താണ് ഇത്, ഓർക്കണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള ജീവിതം നയിക്കുന്നവർ എന്ന് നമ്മൾ കരുതുന്നവരുടെ നാട്ടിലാണ് ഈ സംഗതി നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് അമേരിക്കയിലെ ടെക്സാസ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു തീരദേശ നഗരം. ആ നഗരത്തിൻ്റെ പേര് കോർപ്പസ് ക്രിസ്റ്റി എന്നാണ്. അപ്പോൾ ഈ നഗരത്തിൻ്റെ പ്രത്യേകത, അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ഈ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ സംസ്കരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വ്യവസായശാലകൾ ഒരുപാടുള്ള ഒരു നഗരമാണ് ഇവിടെ. അവിടെ മുൻകാലങ്ങളിൽ ജനസംഖ്യ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ ഏതാണ്ട് 3 ലക്ഷത്തോളം പേർ ആ പ്രദേശത്തുണ്ട്, അവിടെ താമസക്കാരുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അവിടെ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ എണ്ണയുമായി ബന്ധപ്പെട്ട് എണ്ണ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടറികളുണ്ട്. ഏതാണ്ട് 12ഓളം കമ്പനികൾ, വലിയ കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നു. ഇനി എന്തുകൊണ്ട് ഈ കുടിവെള്ളക്ഷാമവും ഈ കമ്പനികളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു അവിടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ജലക്ഷാമത്തെ അവർ നേരിടുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പ്രദേശത്ത് കടുത്ത വേനലാണ് അനുഭവപ്പെടുന്നത്. കടുത്ത വേനൽ എന്ന് മാത്രമല്ല, മഴക്കാലത്ത് മര്യാദക്ക് മഴയും കിട്ടുന്നില്ല. മഴക്കാലത്ത് കിട്ടേണ്ട മഴയുടെ അളവിൽ വലിയ കുറവും അനുഭവപ്പെടുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരുടെ ജലസംഭരണികളെല്ലാം തന്നെ വരണ്ടുണങ്ങിയ ഒരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ആ നാട്ടിൽ പ്രധാനപ്പെട്ട 2 ജലസംഭരണികളാണ് ഉള്ളത്. അതിൻ്റെ ഒന്നിൻ്റെ പേര് ലേക്ക് കോർപ്പസ് ക്രിസ്റ്റി എന്നാണ്, മറ്റൊന്നിൻ്റെ പേര് ചോക്ക് കന്യോൺ എന്നാണ്. അപ്പോൾ ഈ 2 സംഭരണികളിലും ജലനിരപ്പ് വല്ലാണ്ട് താഴ്ന്നിട്ടുണ്ട്. അതിൻ്റെ സംഭരണ ശേഷിയുടെ 8% വരെ, പൂർണ്ണമായി വറ്റിയിട്ടില്ല, കഷ്ടിച്ച് 8% വരെ വെള്ളം ഉണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് പോലും ആ പ്രദേശം പോയി എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വസ്തുതയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനി കാര്യങ്ങൾ വഷളാകുന്നത് ഇവിടെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്ട് 12ഓളം പെട്രോ കെമിക്കൽ അല്ലെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ സംസ്കരണശാലകൾ അവിടെയുണ്ട്. ആ നാട്ടിൽ 3 ലക്ഷത്തോളം പേർ അധിവസിക്കുന്നു. പക്ഷേ ഈ 3 ലക്ഷത്തോളം പേർ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏതാണ്ട് 50%-ലധികം വെള്ളം ഈ 12 വ്യവസായശാലകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ള വസ്തുതയും നമ്മൾ അറിയണം. അപ്പോൾ ഈ എണ്ണ ശുദ്ധീകരണശാലകളിൽ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ ശാലകളിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കൂളന്റുകൾ, അവിടെ എണ്ണ ഉൽപാദനവുമായി ബന്ധപ്പെട്ടുള്ള യന്ത്രസാമഗ്രികൾ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ വെള്ളം വേണ്ടി വരും. കൂടാതെ ഈ ക്രൂഡ് ഓയിൽ പെട്രോളായിട്ടും ഡീസലായിട്ടും മറ്റ് ഉൽപ്പന്നങ്ങളായിട്ടും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ നീരാവിയുടെ ആവശ്യവും ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും വലിയ തോതിൽ അവിടെ വെള്ളം തിളപ്പിക്കുന്നുണ്ടാകും. ആ രീതിയിലും ഇവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കൂടാതെ അവിടെ ഈ പെട്രോ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് അനുബന്ധ ഉൽപ്പന്നങ്ങളും അവിടെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു അസംസ്കൃത വസ്തുവായിട്ടും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിലും ആ രീതിയിൽ വ്യവസായശാലകളുടെ പ്രവർത്തനം സുഗമമായി നടക്കാൻ വേണ്ടി വെള്ളം അവർ അനിയന്ത്രിതമായി ഉപയോഗിക്കുന്നു. അവർ പല ജലസ്രോതസ്സുകളിൽ നിന്നും, ഭൂഗർഭ ജലസ്രോതസ്സും അല്ലാതെയുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും വലിയ തോതിൽ വെള്ളം ഊറ്റുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അവിടെ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ വൻകിട വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ ഈ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് മഴ പെയ്യിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പരതിയാൽ പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച്, അത് വിമാനങ്ങൾ ഉപയോഗിച്ച് ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നടത്തി മഴ പെയ്യിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ അതിനും സ്കോപ്പില്ല. കാരണം അങ്ങനെ ക്ലൗഡ് സീഡിംഗ് നടത്തണമെങ്കിൽ പ്രകൃതിയാൽ അവിടെ കാർമേഘങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ കാർമേഘങ്ങൾ പോലും പ്രത്യക്ഷപ്പെടുന്നില്ല. ഇനി കാർമേഘങ്ങൾ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്ന പരിപാടി അത്യാവശ്യം ചെലവേറിയതാണ്. അങ്ങനെ ക്ലൗഡ് സീഡ് ചെയ്താൽ ആ മഴ മേഘത്തിൻ്റെ
10 മുതൽ 20% വരെ മഴയായിട്ട് കൃത്രിമമായിട്ട് പെയ്യിക്കാനും സാധിക്കുള്ളൂ. അത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. പക്ഷെ അത് ചെയ്യാമെന്ന് വെച്ചാൽ മഴമേഘങ്ങൾ അവിടെ ഇല്ലേയും താനും. അപ്പോൾ ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അധികൃതർ അവിടെ ഈ തൊട്ടടുത്ത് കടലുണ്ട്, കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ സാധാരണ അതാണ് ചെയ്യാറ്. കടൽ വെള്ളം ശുദ്ധീകരിച്ച് അത് വിതരണം ചെയ്യും. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവരൊരു ഈ ഉപ്പുവെള്ളം സംസ്കരിക്കുന്ന ഒരു പ്ലാന്റ് സ്ഥാപിച്ചെങ്കിലും അതിന് വലിയ തോതിൽ സാമ്പത്തിക മുതൽ മുടക്കുണ്ട്. അതിൻ്റെ പേരിൽ ഫണ്ടിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതിൻ്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നഗരത്തിൽ ഇപ്പോൾ കുടിവെള്ള വിതരണം റേഷനിങ് സമ്പ്രദായത്തിലൂടെയാണ് നടപ്പാക്കപ്പെടുന്നത്. കൃത്യമായ ഇടവേളകളിൽ മാത്രമാണിപ്പോൾ കുടിവെള്ള വിതരണം നടക്കുന്നത്. അതും കടുത്ത നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ താമസിക്കുന്നവർക്ക് പൂന്തോട്ടം നനയ്ക്കാനായിട്ട് അനുമതിയില്ല. ഇനി ഈ വെള്ളം ഉപയോഗിച്ച് കാർ എങ്ങാനും കഴുകുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കേസെടുക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ കർശനമായിട്ടുള്ള നിബന്ധനകളാണ് ആ നാട്ടിൽ നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അവിടുത്തെ അധികൃതർ ചില ഉപായങ്ങൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണമല്ലോ. അപ്പോൾ അതിന് ചില സാധ്യതകൾ അവർ തേടുകയാണ്. അതൊന്ന്, പരമാവധി ഭൂഗർഭ ജലസ്രോതസ്സുകളെ ആശ്രയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ ഈ വ്യവസായശാലകൾ ഈ കുടിവെള്ളത്തിൻ്റെ ആവശ്യം അവർക്കില്ലല്ലോ, അവർക്ക് അത് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വെള്ളം വേണ്ടത്. അവർ പരമാവധി മലിനജലം റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ടുള്ള പരിപാടി എടുക്കണമെന്ന രീതിയിൽ അവർ വ്യവസായശാലകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് അറിയില്ല. ഏതായാലും ഈ നാട് ഇത്ര കരിഞ്ഞുണങ്ങി പോകാനായിട്ടുള്ള കാരണം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷത്തിലധികമായിട്ട് അവിടെ മഴ വളരെ കുറവാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ട്. എന്നാൽ അവർക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഗ്രഹം ഉണ്ടായി. ഈ ടെക്സാസിലെ തന്നെ മറ്റൊരു പ്രദേശം, അതിൻ്റെ പേര് ഹിൽ കൺട്രി എന്നാണ്. അവിടെ കനത്ത മഴ പെയ്തു. അപ്പോൾ മഴ പെയ്തപ്പോൾ ഈ വെള്ളം മുഴുവൻ ഒഴുകിയിട്ട് ഈ പറയുന്ന കോർപ്പസ് ക്രിസ്റ്റിയിലെ പ്രധാന ജലസംഭരണിയായ ലേക്ക് കോർപ്പസ് ക്രിസ്റ്റിയിലേക്ക് ഒഴുകി വന്നു. എന്നാലും അവിടെ ആ സംഭരണിയിൽ ഇപ്പോൾ സംഭരിച്ചിരിക്കുന്ന വെള്ളം ഈ വർഷം മുഴുവൻ ഉപയോഗിക്കാൻ തികയില്ല. പരമാവധി ഈ വർഷത്തിൻ്റെ പകുതി വരെ ഉപയോഗിക്കാനേ കിട്ടൂ എന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു അമേരിക്കൻ നഗരത്തെക്കുറിച്ച് പൊതുവിൽ നമ്മുടെ സിനിമകളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ട് പരിചയിച്ച കുറേ കളർഫുള്ളായിട്ടുള്ള ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ചില സംഗതികൾ കൂടി അമേരിക്ക പോലുള്ള നാടുകളിൽ നടക്കുന്നുണ്ട്. അവിടെയും നമ്മളെക്കാൾ കഷ്ടമായിട്ട് ജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരുണ്ട്. കുടിവെള്ളക്ഷാമമാണ്. സമ്പത്തും മറ്റു കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടായിട്ടും കാര്യമില്ല. ഇപ്പോൾ വില കൂടിയ വാഹനങ്ങളോ മറ്റ് വില കൂടിയ അല്ലെങ്കിൽ വലിപ്പമേറിയ വീടുകളോ ഒക്കെ അവിടെ ഉണ്ടാകാം. പക്ഷെ കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? അപ്പോൾ അവിടെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. അവിടെ ഉള്ളവർ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അധികൃതരുമായിട്ട് നിരന്തരം സമരമുറകളുമായിട്ട് അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് പ്രകൃതി കനിയുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുമ്പിലുള്ള പോംവഴി. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും തുടരുകയാണ്. പിന്നെ പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള വിവിധ പദ്ധതികളെക്കുറിച്ചും അവർ ആലോചിച്ചു. പക്ഷെ അതും ഇഴഞ്ഞു നീങ്ങുന്ന ഒരവസ്ഥയാണ്. ഏതായാലും ഈ നഗരവാസികൾക്ക് അവരുടെ പ്രശ്നത്തിന് ഉടനെ തന്നെ ഒരു പരിഹാരം കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് തൽക്കാലം ആശംസിക്കാം.